കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു വിശുദ്ധ സഭായോഗത്തിൽ പങ്കുചേരുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അനുഗ്രഹകരമായ ഈ ആരാധനയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും തോമസ് അങ്കിളിനും ഒക്കെ നന്ദി പറയുന്നു. ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ഒരിക്കൽ കിട്ടിയിരുന്നു, എന്നേലും ഇതിലേ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സഭായോഗത്തിൽ കടന്നു വരണേ എന്ന്. പാസ്റ്ററും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഒരു യാത്ര ക്രമീകരിച്ച് നിങ്ങളോട് ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. അത് ഏറ്റവും അനുഗ്രഹകരമാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരിയും കുടുംബമായി ഇവിടെ സാബു എല്ലാം തിരിച്ച് വന്നപ്പോഴും അത് ഒരു ഉത്തേജനമായി. എനിക്ക് പരിചയമുള്ള പലരും ഇവിടെയുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞ് വേറൊരാളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായിത്തീരും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുകയും മുൻകാലങ്ങളിൽ കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാ ശ്രേഷ്ഠ ഭവനങ്ങൾക്കും ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഈ അവസരത്തിൽ ഒരു വാക്ക് നന്ദിയോടെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സഭായോഗത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്ന പ്രേരണ തെസ്സലോനിക്കർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നിന്നും വചനം ശുശ്രൂഷിക്കണമെന്നാണ്. ഞാൻ അതിലേക്ക് തന്നെ അനുസരണപൂർവ്വം കടക്കും. എന്നാൽ അതിനു മുൻപ് ഇന്ന് ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ 5 അധ്യായങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഉള്ള സമയം ഒരു പ്രത്യേക രീതിയിൽ ചില വിഷയങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കാനായി വേറൊരു കുറിവാക്യത്തിൽ കൂടെ കടക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് താബോർ ഹാളിലാണ് 3 വർഷം ആരാധിച്ചത്. അന്നത്തെ ആരാധനയിൽ ഞങ്ങളുടെ സഭയിലെ മൂപ്പനെ പോലെ ശുശ്രൂഷിച്ചിരുന്ന ഒരു അച്ചായൻ എഴുന്നേറ്റ് ഒരു പ്രബോധനം പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഇന്നും കുറിക്ക് കിടപ്പുണ്ട്. ആ പ്രബോധനത്തിൻ്റെ കുറിവാക്കി ഇതായിരുന്നു. 1974 ഞാൻ കേട്ട ഒരു പ്രബോധനമാണ്. സഭായിൽ പ്രസംഗമല്ല, ഒരു പ്രബോധനമാണ്. ആ കുറിവാക്കി ഇതായിരുന്നു. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ടെസ്റ്റ് യുവർ സെൽവ്സ് ടു സീ ഇഫ് യു ആർ ഇൻ ദ ഫെയ്ത്ത്. വായിച്ചോ? നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നോക്കുവേൻ. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്നുള്ളത് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എക്സാമിൻ. പിന്നെ ഡു യു നോട്ട് റെക്കഗ്നൈസ്, നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ? ഒരു ചോദ്യമാണ് അത്. അല്ല, അങ്ങനെ അറിയാണ്ടിരിക്കണേ നിങ്ങൾ പരീക്ഷ തോറ്റുപോയി. അൺലെസ് യു ഫെയിൽ ദ ടെസ്റ്റ്. നിങ്ങൾ ഈ പരിശോധന തോറ്റുപോയാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഒരു ഇതോടെ പറയാൻ, നിങ്ങളെ തന്നെ പരീക്ഷിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങളിലും ക്രിസ്തു ഉണ്ടെന്ന് ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് ഇടയായി തീരട്ടെ. നിങ്ങൾ പരീക്ഷ പാസ്സാകുന്ന പോലെ ഞങ്ങളോടൊന്ന് പാസ്സായിരുന്നേ കൊള്ളായിരുന്നു. അതൊരു കൊളുത്ത് പ്രയോഗമാണ്. എന്നിട്ട് പറയുക, ഞങ്ങൾ തോറ്റാലും നിങ്ങൾ ജയിക്കണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ നിങ്ങൾ വിധി എഴുതുമ്പോൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് വേണം. നിങ്ങളെ തന്നെ അളക്കുന്ന അതേ അളവുകോല് കൊണ്ട് വേണം നിങ്ങൾ ഞങ്ങളെയും അളക്കാനായിട്ട്. ഞങ്ങൾക്കോ സത്യത്തിലല്ലാതെ ഒന്നിനെയും വിചിന്തനം ചെയ്യാനായി സാധിക്കുകയില്ല. നമ്മൾ ഈ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം എന്ന ഈ ഉപദേശം വളരെയധികം കേട്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇതേ പദപ്രയോഗം നിങ്ങൾ പരിശോധിച്ച് ക്വാളിറ്റി ടെസ്റ്റിന് ഏർപ്പെടുത്തി റിഗറസ് സ്റ്റാൻഡേർഡ്സ്, സത്യത്തിലല്ലാതെ സാധിക്കാത്ത രീതിയിൽ ഇതിൻ്റെ ഗുണമേന്മ പരിശോധിക്കണം എന്നുള്ള അതേ പദപ്രയോഗമാണ് ഇനി കർത്തൃമേശ നടത്തുമ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. ഓരോരുത്തൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിലേക്ക് കടക്കാനായിട്ട് എന്നുള്ളത്, അല്ലേ? അപ്പം നമ്മൾക്ക് വളരെ പരിചയമുള്ള, നമ്മൾ ആദരപൂർവം പ്രഖ്യാപിക്കുകയും ആദരപൂർവം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന
വളരെ പരിചയമുള്ള ഒരു കാര്യം ഞാനൊന്ന് ആവർത്തിക്കുന്നതേ ഉള്ളൂ. ആരും പ്രസംഗം കഴിയുമ്പോൾ എന്നെ തല്ലാൻ വന്നേക്കരുത്. നിങ്ങൾ എന്നെ തല്ലാൻ വന്നാൽ നിങ്ങൾ പ്രസംഗം കേട്ടില്ലെന്നോ നിങ്ങൾ എന്തോ ദുർവാശിയിലിരുന്നോ എന്നൊക്കെ എനിക്ക് ധരിക്കേണ്ടി വരും. തല്ല് കൊണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തല്ലുകൊള്ളിത്തരം പറയാനല്ല പോകുന്നേ, വചനം പറയാനായിട്ടാണ് പോകുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിത് വളരെ കുറിക്കൊള്ളേണ്ട വേറൊരു കാര്യം, ഈ പരീക്ഷകളൊക്കെ ക്രമം കെട്ട രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന ഒരു വിഷയമാണല്ലോ പരീക്ഷാ നടത്തിപ്പുകളുടെ ക്രമക്കേടുകളെന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഭ ഈ ലോകത്തിൽ നീതിന്യായ പീഠങ്ങളുടെ ഇടയിൽ വരെ പോയി 23 ലക്ഷം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ പരീക്ഷയുടെ ക്രമക്കേടുകളെക്കുറിച്ച് വേവലാതിപ്പെടുവാനും എത്രമാത്രം വലിയ ഡിസ്കഷൻസാണ് നടന്നത്, പോരാട്ടങ്ങളാണ് നടന്നത്. അപ്പോൾ അവിടെയും ഈ നമ്മുടെ ദേശത്ത് പോലും ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠതയോടുകൂടെ വിശ്വസനീയമായ രീതിയിൽ വേണം ഈ പരിശോധനകളൊക്കെ നടത്തേണ്ടത് എന്നുള്ള ഒരു അവബോധം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. അപ്പം ആ സ്ഥിതിക്ക് ദൈവമക്കളായ നമ്മളോട് പറയുന്ന ഈ 2 നിർദ്ദേശം, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ നിങ്ങളെ തന്നെ പരീക്ഷിച്ച് നോക്കണമെന്നും ഓരോരുത്തൻ തന്നെത്താൻ ശോധന ചെയ്യണം എന്നുള്ളതും മാത്രമല്ല, നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൂടെ ഈ ക്രമക്കേടില്ലാത്ത രീതിയിൽ, ചിലർക്ക് ചോദ്യക്കടലാസ് നേരത്തെ കൊടുത്തിട്ടും ചിലർക്ക് ഉത്തരം പ്രോക്സി അടിച്ചിട്ടും, അങ്ങനെയല്ല, ഒരു ഒബ്ജക്റ്റീവായി നമ്മളെ വിലയിരുത്തുമ്പോൾ മറ്റുള്ളവരെയും കൂടെ സത്യത്തിലും സ്നേഹത്തിലും വസ്തുനിഷ്ഠമായി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് എക്സാമിൻ ചെയ്യണമെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ ആർ യു റെഡി ഫോർ ദാറ്റ് മക്കളെ? ആർ യു റെഡി ഫോർ ദാറ്റ്? പണ്ട് നിങ്ങളെപ്പോലെ കൊച്ചു പിള്ളേരായിരുന്ന ചിലർ ഈ സഭയെ പണ്ട് ഞാൻ വരുന്ന സമയത്ത് 79 ഞാനിവിടെ വരുമായിരുന്നു. നിങ്ങളെപ്പോലെ കുട്ടികളായിരുന്ന ചിലരൊക്കെ ഇന്ന് ലോകം അറിയപ്പെടുന്ന സുവിശേഷകരും ദൈവശാസ്ത്രജ്ഞനുമാണ്. ഡോക്ടർ ഫിന്നി ഫിലിപ്പ് ഒരിക്കൽ ഏതൊരു പരസ്യമായി നിന്ന സമയത്ത് പറയുക, ഞാനൊരു കുഞ്ഞായിരിക്കുമ്പോൾ ഇടിച്ചായൻ ഞങ്ങളുടെ സഭയിൽ വന്ന് പ്രസംഗിച്ച പ്രസംഗം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുക. ഡോക്ടർ ഫിന്നിയെപ്പോലെ ഈ സഭയിൽ നിന്നും ചില ശ്രേഷ്ഠരൊക്കെ ഉയർന്നു വരട്ടെ, ആ ഒരാഗ്രഹത്തോടാണ്. സോ ഗീവ് മീ യുവർ ഹാർട്ട് ആൻഡ് യുവർ ഇയേഴ്സ് and your eyes, everything. Don't look at anything. I am an old man, but still the word I speak will be sweeter than the honeycomb for you. Don't worry. Okay. ദൈവത്തിന് സ്തോത്രം. Are you ready with me? Thank you. മക്കളെല്ലാം റെഡിയാണല്ലോ? താങ്ക് യു. നമുക്ക് ഈ പരിശോധനയ്ക്ക് വേണ്ടി ചില യാഡ് സ്റ്റിക്സ് എടുക്കാം. ഒന്നാമതായി തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഒരു ആശുപത്രി ചെല്ലുമ്പോൾ ഒരു രോഗം വെച്ചോണ്ട് നിങ്ങളൊരു ആശുപത്രി പോവുക. ഡോക്ടർ നിങ്ങളുടെ രോഗലക്ഷണങ്ങളോ ആരോഗ്യ ലക്ഷണങ്ങളോ കേട്ടിട്ട് അദ്ദേഹം ഒന്ന് പരിശോധിക്കും. പണ്ട് കാലത്ത്, ഇപ്പം എല്ലാത്തിനും ഒരു കുറിപ്പെഴുതി തരികയുള്ളൂ. ഈ കോവിഡിന് മുമ്പ് നമ്മളൊരു ആശുപത്രി ചെന്ന ഒരു ഡോക്ടറോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവരാദ്യമേ തെർമോമീറ്റർ എടുത്ത് നമ്മുടെ വായി വെക്കും. നമ്മളെ കൊണ്ട് മിണ്ടാണ്ടിരിപ്പിക്കാനായിട്ടല്ല, നമ്മുടെ ടെമ്പറേച്ചർ അളക്കുക. അപ്പോൾ പിന്നെ അദ്ദേഹം നമ്മുടെ നാഡിയുടെ സ്പന്ദനം ഒന്നെടുക്കും, നമ്മുടെ ചങ്കിടിപ്പൊക്കെ ഒന്ന് കേൾക്കും, ഇല്ലേ? നമ്മളോട് ചുമയ്ക്കാൻ പറയും, ചിലപ്പോൾ നമ്മളോട് ശ്വാസം വിടാൻ പറയും, തിരിഞ്ഞിരിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ BP എടുക്കും. ചുരുക്കത്തിൽ ടെമ്പറേച്ചർ, നാഡീസ്പന്ദനം, ഇതൊക്കെ ഒരു ഡോക്ടർ വിലയിരുത്തിയിട്ടാണ് രോഗലക്ഷണങ്ങൾ കേട്ടിട്ട് ജീവനുണ്ടോ എന്നും എത്ര ആപത്കരമായ ആരോഗ്യ രോഗലക്ഷണങ്ങളാണ് ഉള്ളതെന്നും ഏകദേശം ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഗഹനമായ പരിശോധനകൾക്ക് വേണ്ടി കുറിപ്പ് എഴുതി തരുന്നല്ലേ. അല്ല, ചെല്ലുന്നുടനെ നമ്മളോട് എക്കോ ചെയ്യാൻ പോകാനോ MRIക്ക് പോകാനോ ഒക്കെ പറഞ്ഞാൽ അത് വേറെ ആശുപത്രിയാണ്. അപ്പോൾ നമുക്കും ജീവനുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായി, ക്രിസ്തു നമ്മിലുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള
2-3 ലക്ഷണങ്ങൾ ആദ്യമേ തെസ്സലോനിക്ക ലേഖനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പിന്നീടുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും, ഈ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിക്ക് വളർച്ചയുണ്ടോ എന്ന്. ഇല്ലേ? ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ കൊണ്ട് അന്നത്തെ പുഷ്പഗിരി ആശുപത്രിയിൽ പോയി. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുഷ്പഗിരി വരെ പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. തിരുവല്ലായിക്ക് ബസ് കയറി പോവുക എന്ന് പറഞ്ഞു. അപ്പൻ്റെ പരാതി, എനിക്കൊരു അസുഖമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അപ്പൻ്റെ പരാതി, യവൻ എന്നോ തിന്നാലും ഇങ്ങനെ ക്ഷയരോഗം പിടിച്ചവനെ പോലെ ഇരിക്കുന്നേ. ഇപ്പോൾ ഡോക്ടർ അവനെ ഒന്ന് പരിശോധിക്കണം. കണ്ടുപിടിച്ചു, അസുഖം ഉണ്ടായിരുന്നു, കണ്ടുപിടിച്ചു, പ്രതിവിധി ഉണ്ടായി. ഇപ്പം എന്നെ കണ്ടാൽ അങ്ങനെയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമുക്ക് രോഗലക്ഷണം എന്താണെന്ന് പോലും നമ്മൾ ഒരുപക്ഷെ നമുക്ക് ചിലർക്ക് അറിയത്തില്ലായിരിക്കും. നമുക്ക് വളർച്ച വരുന്നുണ്ടോ? ജീവൻ ഉണ്ടെങ്കിൽ പോഷകങ്ങൾ ചെല്ലുമ്പോൾ വളർച്ചയ്ക്ക്, ജീവൻ നിലനിർത്തുന്ന സാഹചര്യത്തിൽ ശരീരത്തിന് വളർച്ചയുണ്ടാകണം. ആ വളർച്ചാ ലക്ഷണങ്ങളും കൂടെ നോക്കണം. പക്വതയുടെ ലക്ഷണങ്ങളിലേക്കല്ല നമ്മളിന്ന് പോകുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് അല്ല നമ്മൾ നോക്കുന്നത്. ഡു യു ഹാവ് ലൈഫ് ഓർ ഈസ് ക്രൈസ്റ്റ് ഇൻ യു? സെക്കൻഡ്, ആർ ദെയർ സിംറ്റംസ് ഓഫ് ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ്? മെച്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ല നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി? ഒന്നാമതായി ആദ്യത്തെ ടെസ്റ്റ് ഇതാണ്. ഒരുവൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ആദ്യത്തെ ടെസ്റ്റ്, അവൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണോ എന്നുള്ളത്. ആർ യു ബോൺ അഗൈൻ? നിങ്ങൾക്ക് പുതുജനനം പ്രാപിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവുമായി നിങ്ങൾക്ക് ഒരു സാംസ്കാരിക ബന്ധം മാത്രമേ ഉള്ളൂ, അതോ വ്യക്തിപരമായി ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരികയും നിങ്ങൾ ക്രിസ്തുവിൽ ആയിത്തീരുകയും ചെയ്യുന്ന വ്യക്തമായ സ്പഷ്ടമായ? ഹൗ മെനി ഓഫ് യു ഇവിടെ വിവാഹം കഴിക്കാത്തവർ ഒന്ന് കൈപൊക്കിക്ക്. ടീനേജേഴ്സിന് ശേഷം, കൊച്ചു പിള്ളേർ പൊക്കണ്ട, 13 വയസ്സിന് ശേഷം കല്യാണം കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. കം ഓൺ, ലിഫ്റ്റ് അപ്പ്. ആർ യു ഡൗട്ട്ഫുൾ? 13 വയസ്സിന് മേളിൽ കല്യാണം കഴിച്ചിട്ടില്ലാത്തൊരു ധൈര്യമായിട്ടൊന്ന് കൈപൊക്കിക്ക്. ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? അടുത്തിരുന്ന കൂട്ടുകാരോട് ചോദിച്ചോ, എടി ആം ഐ മാരീഡ് ഓർ നോട്ട് എന്ന് ചോദിച്ചോ? ഉണ്ടോ മോനെ? യു ആർ നോട്ട്? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ മക്കളുള്ള മാതാപിതാക്കളൊന്ന് കൈപൊക്കിക്ക്. സ്തോത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉടനെ നിങ്ങൾ വിചാരിച്ചോ, സോഫി നമുക്ക് പിള്ളേരെല്ലാം ഉണ്ടോടെ എന്ന് വിളിച്ച് മെസ്സേജ് അയച്ചോ? ഇല്ല. അപ്പം നമുക്കൊക്കെ അത്രയൊക്കെ ബോധം നമുക്കുണ്ട്. കല്യാണം കഴിച്ചതാണോ? ഭാര്യയുടെ പേരെന്താണ്? ഇപ്പോൾ ഒരു ആശുപത്രി ചെല്ലുമ്പം, ഒരു ആക്സിഡൻ്റായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്, ഭാര്യയുടെ പേരെന്താ? ഇല്ലേ? നിങ്ങളുടെ പേരെന്താ? അപ്പം ഇത്രയൊക്കെ ബോധമുണ്ട്. ഇതുപോലെ വ്യക്തമായി, സ്പഷ്ടമായി, സംശയാതീതമായി ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കണം, ഐ ആം ബോൺ അഗൈൻ. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, കൃപയാൽ, കരുണയാൽ യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു, ഞാനൊരു പുതു സൃഷ്ടിയായി തീർന്നു. തെസ്സലോനിക്യരോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലെ സുവിശേഷത്തിൻ്റെ സ്വാധീനം ഓർത്ത് ഞാൻ ദൈവത്തിന് നിരന്തരമായി സ്തോത്രം ചെയ്യുകയാണ്. മറ്റുള്ളവർ പോലും പറയുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. ഞങ്ങൾക്ക് സുവിശേഷവുമായി ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ഞങ്ങളെ റിസീവ് ചെയ്തത് എന്നും, പിന്നെ ജീവനുള്ള സത്യദൈവത്തെ ജീവനില്ലാത്ത ദൈവങ്ങൾ ഈ ഭൂമിയിലുള്ള ഒരു സാഹചര്യത്തിൽ തെസ്സലോനിക്ക പട്ടണത്തിൽ മനുഷ്യരെക്കാൾ കൂടുതൽ ജീവനില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ആരാധന രീതികളും സമ്പ്രദായങ്ങളുമുള്ള ആ പട്ടണത്തിൽ ജീവനില്ലാത്ത അധർമ്മ മൂർത്തികളെ വിട്ടിട്ട് നിങ്ങൾ ജീവനുള്ള ഏക സത്യ ദൈവത്തെ സേവിക്കുവാൻ, വിഗ്രഹസേവ വിടർത്തിയിട്ട് ഏക സത്യ ദൈവത്തിങ്കിലേക്ക് എങ്ങനെ നിങ്ങൾ തിരിഞ്ഞുവെന്നും വായിച്ചേ. വായിച്ചോ. അവൻ മരിച്ച ഈ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരുവനെ ഉയർപ്പിച്ചു. വായിച്ചു.
തൻ ദൈവത്തിൻ്റെ പുത്രനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. അവൻ ആരാണ്? തൻ്റെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. ഈ ഏക സത്യ ദൈവത്തിന് ഒരു പുത്രനുണ്ട്. ആ ദൈവത്തിൻ്റെ പുത്രൻ മരിച്ചു. അവൻ എന്തിനായി മരിച്ചു? നമുക്ക് വായിക്കാം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 9-ഉം 10-ഉം വാക്യം. ആ ആ ആ അവൻ ദൈവത്തിനൊരു പുത്രനുണ്ട്. ആ ദൈവപുത്രന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഈ ദൈവപുത്രൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമുക്ക് ശുദ്ധി വരുത്തുവാൻ, നമുക്ക് ജീവൻ നൽകുവാൻ, അവൻ മുഖാന്തരം നാം ജീവിക്കുവാൻ, നാം ദൈവത്തോട് ബന്ധപ്പെടുവാൻ അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയായിട്ട് അർപ്പിച്ചുവെന്നും, അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ, അവൻ ജീവിക്കയാൽ, എന്നെ യേശു ജീവിക്കയാൽ ഞാനും അവൻ മുഖാന്തരം ജീവിക്കും. ഈ യേശു ഇനിയും വരുവാനുണ്ട്. അവൻ വരുമ്പോൾ ദൈവത്തിന്റെ മഹാക്രോധത്തിന്റെ ന്യായവിധിയിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ ജീവിപ്പിക്കും, പൊതിഞ്ഞുകൊള്ളും, സംരക്ഷിക്കും. ന്യായവിധിയിലാകാതെ അവരെ ജീവനിലേക്ക് അവൻ നടത്തും. ഈ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവമല്ലാത്തവയോടുള്ള ബന്ധം വിച്ഛേദിച്ച് ദൈവത്തിലേക്ക് ഡെഫിനിറ്റായിട്ട് തിരിഞ്ഞ ഒരനുഭവം. അപ്പോൾ എന്നെ കേൾക്കുന്ന മക്കളെ, യു ഹാവ് ടു ലുക്ക് അറ്റ് മൈ ഫേസ്, നോട്ട് ബിക്കോസ് ഐ എം വെരി ബ്യൂട്ടിഫുൾ, ഐ എം എൻ ഓൾഡ് മാൻ, ബട്ട് ഐ ഹാവ് എ വേർഡ് വിച്ച് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്സ്. നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ പെന്തിക്കോസിൽ ജനിച്ചു പറഞ്ഞ പിള്ളേർക്ക് എങ്ങനെയാണ് മാനസാന്തരം ഉണ്ടാകുന്നത്? ഇല്ലേ? നിങ്ങൾ ജനിച്ചപ്പോഴേ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ജനിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പ്രസവിച്ചേ. അപ്പം അമ്മച്ചി നിന്നോട് പറയുന്നത്, എടാ നിന്നെ ഇപ്പോൾ ലേബർ റൂമിൽ കയറ്റിയപ്പം മുതൽ നിന്റെ മുഖം കാണുന്നവരെ അന്യഭാഷ പറയടാന്ന് പറയും. അപ്പോൾ അമ്മയുടെ അന്യഭാഷ ചെവി കേട്ട് കുഞ്ഞ് മുലപ്പാൽ കുടിച്ചല്ല അന്യഭാഷയോടുകൂടിയാ. അപ്പം അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നേ? ഈ വലിയൊരു റിബല്യസ് കൾച്ചർ ഇല്ലാത്ത ഒരാളെങ്ങനെ രക്ഷിക്കപ്പെടുന്നേ? പറഞ്ഞു തരാം. നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം അമ്മയൊക്കെ എപ്പോഴും പറയും ഐ ലവ് യു എന്നും പറഞ്ഞാന്ന് വളർത്തുന്നേ? അല്ല. പക്ഷേ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ നമുക്കറിയാം. അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഒരു ദിവസം രാത്രി ഉറങ്ങാനായിട്ട് പേടി വരുമ്പോൾ അമ്മ വന്ന് ഒരു കഥയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തലമുടിയൊക്കെ ഒന്ന് കോതി നമ്മളെ ഒന്ന് ഉറക്കി കഴിയുമ്പോൾ, അതൊക്കെ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അമ്മയ്ക്കും പനിയാ, നമുക്കും പനിയാ. നമ്മൾ രാത്രി ഒന്ന് ചുമയ്ക്കുമ്പോൾ പനിയുള്ള അമ്മ പോയി അടുക്കളയിൽ ചെന്ന് ഇച്ചിരി ചൂടുവെള്ളം എടുത്തോണ്ട് നമ്മളെ താങ്ങിയിരുത്തി കുടിപ്പിച്ച് ഒന്ന് തലോടി. അമ്മയ്ക്കും പനിയാ. അതൊക്കെ നമ്മളന്ന് സ്നേഹമാണെന്ന് പറഞ്ഞില്ലേലും അത് സ്നേഹം നമ്മൾ അനുഭവിക്കുന്ന ഒരു രീതിയല്ലേ? അപ്പോൾ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലും നമുക്ക് സാധിക്കും. എനിക്ക് എൻ്റെ അപ്പനെക്കുറിച്ചുള്ള വലിയ ഒരു ഓർമ്മ പറയാം. ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരുന്നു. കളിക്കുന്ന വഴി ബോധമില്ലാതെ കളിക്കയാൽ വഴി കിടന്ന ഒരു പട്ടിയുടെ വാലെ ഞാൻ കയറി ചവിട്ടി. പാട്ടി ഒരു കടി. ഇതാരുടെ പട്ടിയാണെന്ന് അറിയത്തില്ല. വല്യപ്പച്ചനും വല്യമ്മച്ചിയും അവർക്കറിയാവുന്ന കൊള്ളി ശുശ്രൂഷയൊക്കെ ചെയ്തു, വെറ്റിലയൊക്കെ അരച്ചിട്ടു. അന്ന് അപ്പച്ചൻ വീട്ടിലില്ല, ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്ന് വളരെ രാത്രിയായിട്ടാണ്. നേരം വെളുത്തപ്പോഴാണ് അറിയുന്നേ എന്നെ പട്ടി കടിച്ചു കിടക്കാമെന്ന്. അപ്പച്ചൻ വരുമ്പോൾ നല്ല അടി കിട്ടുമെന്നുള്ള പേടി ഞാനിങ്ങനെ വിറച്ചിരിക്കുക. കാരണം കളിക്കാൻ പോയൻ. എന്നെ എടുത്ത് അപ്പൻ്റെ വീട്ടിൽ നിന്നും ചുമന്ന് വീട്ടിൽ കൊണ്ട് മേശപ്പുറത്തിരുത്തി കടിയുടെ ഭാഗം നോക്കി കരയുന്ന എൻ്റെ അപ്പൻ്റെ മുഖം എനിക്ക് മറക്കാൻ മേല. ഐ ലവ് യു എന്നൊന്നും എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞില്ല. നീ എൻ്റെ പുന്നാര മോനാടാന്നൊന്നും പറഞ്ഞില്ല.
പക്ഷേ തല്ലുകിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് തല്ലിന് പകരം അപ്പൻ എന്നെ എന്നെ ചുമന്നോണ്ട് പോയതും എൻ്റെ മുറിവുകളെ നോക്കുന്നതും കരയുന്നതും ഒന്നും ഒരു കാലത്തും മനസ്സിൽ നിന്നും മാറിപ്പോകത്തില്ല. അപ്പൊ സ്നേഹത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ സ്പർശനം നമുക്ക് ഇങ്ങനെ അല്ലേ ഒരാൾ വ്യാഖ്യാനിച്ച് തരാതെ ഇരിക്കും. പെന്തക്കോസ് വീട്ടിൽ ജനിച്ച മക്കളോട് പറയാ, കർത്താവ് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോഴാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, കരുതുന്നു, പോറ്റുന്നു, പുലർത്തുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ, പ്രാർത്ഥനയുടെ ഉത്തരം കാണുവാൻ നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളോ സഭയോ നിങ്ങളോ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ വിള്ളലിൽ കൂടെ, ആ അനുഭവത്തിൽ കൂടെ ദൈവം നിന്നോട് പറയുകയാണ്, നീ എൻ്റെ മകനും നീ എൻ്റെ മകളും നീ എൻ്റെ മകനുമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ കാതൽ, എൻ്റെ കാതലിൻ്റെ ശക്തി നിനക്ക് കാണണമോ? നീ കാൽവറിയിലേക്ക് നോക്കുക. ഇത്രത്തോളം ക്രൂശിലെ മരണത്തോളം സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ സ്നാനമറ പറയുന്നത്, ഇന്ന് നാം മുറുക്കുവാൻ പോകുന്ന ഈ മേശയെ നമ്മളോട് വിളിച്ചറിയിക്കുന്ന ഇതാണ്, ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. അപ്പോൾ മഹാപാപിയായി തീരണമെന്നില്ല, മുടിയംപുത്രനായി പോയാലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല. വീട്ടിനുള്ളിൽ ജീവിക്കുമ്പോഴും ആ മൂത്ത പുത്രന് കഴിയാതിരുന്ന എന്തെന്നറിയാമോ? തൻ്റെ അപ്പൻ്റെ സ്വഭാവം അവന് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയി. അപ്പൻ കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, നശിച്ചതിന് വേണ്ടി കൊതിക്കുന്നുവെന്ന് വരികിൽ കൂടെയുള്ളതിന് എത്രയധികം, മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലയോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലയോ, അതറിയുവാൻ നിനക്ക് കഴിയാതെ പോയി. നീ എൻ്റെ കൂടെ പാർത്തിട്ടും എൻ്റെ വീട്ടിൽ വസിച്ചിട്ടും എൻ്റെ ചൂട് അനുഭവിച്ചിട്ടും നിനക്ക് എന്നെ അറിയാൻ സാധിക്കാതെ പോയി. തലമുറയെ ദൈവഭവനത്തിലാകുന്നു എന്നറിഞ്ഞിട്ടും നിനക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിയുവാൻ സാധിക്കാതെ പോയാൽ ആ സ്വഭാവം തിരിച്ചറിയുന്ന വീണ്ടും ജനനത്തിലേക്കുള്ള പടിയാണ്. അപ്പോൾ യേശുവുമായി ദൈവവുമായുള്ള സജീവമായൊരു ബന്ധമാണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയുന്നത്. ദർ ഷുഡ് ബി എ ബിഗിനിങ്. ഒരിക്കൽ എനിക്ക് ബോധമില്ലാതിരുന്ന ഒരു സമയത്ത് ശൗര്യമുണ്ടായിരുന്നു, ബോധം കുറവായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ ആധുനിക കാലത്തെ ശിഷ്യഗണങ്ങളിൽ മാതൃകാ ശിഷ്യനായി ഞാൻ കരുതാൻ തുടങ്ങിയ ഒരു വ്യക്തി എന്നെ എൻ്റെ 20-ാമത്തെ വയസ്സിൽ സെമിനാരി പഠിപ്പിച്ചിരുന്നു. വലിയൊരു കഥയാണ്. ഞാനൊരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് രക്ഷിക്കപ്പെട്ടതാണ്? അദ്ദേഹം പറഞ്ഞു, അതെ. സാർ എന്നാ രക്ഷിക്കപ്പെട്ടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കെന്നാ രക്ഷിക്കപ്പെട്ടതെന്ന് പറയാനായിട്ട് വ്യക്തമായിട്ട് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവത്തോട് സ്നേഹബന്ധമില്ലാതെ എന്നാ ജീവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പിതാവും പ്രശസ്തനായൊരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ പൈതൽ പ്രായം മുതൽ ആ വ്യക്തി വളർത്തപ്പെട്ടത് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ചാനലിലാണ്. അതുകൊണ്ട് എന്ന് എപ്പോൾ മനം തിരിഞ്ഞു വന്ന് പറയുവാൻ ആ ആരംഭത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറയാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ലെങ്കിലും അദ്ദേഹത്തെ പറയുന്നേ, എൻ്റെ അനുഭവത്തിൽ നാൾക്കുനാൾ ഞാൻ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും അനുസരിച്ചുമാണ് ജീവിക്കുന്നത്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ ഭാര്യയും വിദേശത്ത് പഠിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ ഒരാളായി വീണ്ടും തീർന്നു. അദ്ദേഹം ഞങ്ങളവിടെ 4 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച് പിരിഞ്ഞവരൊക്കെ പറയുന്ന ഒരു അനുഭവ സാക്ഷ്യം, യേശുക്രിസ്തുവിനെ നമുക്ക് ഏറ്റവും വ്യക്തമായി കാണിച്ചു തന്നത് നമ്മുടെ പുതിയ നിയമ അധ്യാപകനാണ്. അദ്ദേഹം 70-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിൽ നിന്ന് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാത്സല്യ ശിഷ്യന്മാർ ഒരു ഫേസ്ബുക്ക് പേജ് അതിനുവേണ്ടി ഉണ്ടാക്കി. അവരുടെ നിരന്തരമായ 100 കണക്കിന് വിദ്യാർത്ഥികളുടെ
5 ഭൂഖണ്ഡങ്ങളിലും തൻ്റെ കീഴിൽ പഠിച്ചവരുടെ സാക്ഷ്യം ഇതാണ്. ഡേവിഡ്, യു ഷോഡ് us how to walk with Jesus. അപ്പോൾ ഒരാരംഭത്തിൻ്റെ സമയം, സംഭവ ബഹുലമായ ഒരു ചരിത്രം പറയാൻ സാധിക്കത്തില്ലെങ്കിലും കർത്താവിനോടുള്ള ആ സഹിത്വത്തിൻ്റെ യാഥാർത്ഥ്യം അനുഭവവേദ്യമാണ്. ജീവിതത്തെ തിരുത്തി കുറിച്ച് മാറ്റി മറിച്ച് നിയന്ത്രിക്കുന്നതാണ്. The question is this, when you test yourself, the question is this, what is the nature of your relationship with Christ? യേശു ക്രിസ്തു നീയുമായിട്ടുള്ള ബന്ധം സജീവമായ ബന്ധമാണോ? നാടി പിടിച്ച് നോക്കണം. ഡോക്ടറുടെ അടുക്ക പോയേക്കാം, അദ്ദേഹം നമ്മുടെ പൾസ് ടെസ്റ്റ് ചെയ്യാണ്. യേശു ക്രിസ്തുവുമായുള്ള നിൻ്റെ ബന്ധം ജീവനുള്ളതാണോ, സജീവമായ ബന്ധമാണോ? അതിന് ആരംഭം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഈ നാടി പിടിക്കുമ്പോൾ അറിയാം കർത്താവിനോടുള്ള ആ ബന്ധം, അതിൻ്റെ സ്ഥിരത എന്നുള്ളത്. രണ്ടാമത്തെ ടെസ്റ്റ്, ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത്? വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്സ് വേർഡ് ഓൺ യുവർ ലൈഫ്? ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. നമ്മൾ ദൈവവചനം വായിക്കണം, പഠിക്കണം. മക്കളൊക്കെ വേദോത്സവം കാണാൻ പഠിക്കുന്നുണ്ട്, വാക്യങ്ങളൊക്കെ കാണാൻ പഠിക്കുന്നില്ലേ? യു ഹാവ് എ മെമ്മറി വേഴ്സസ്? നോ. ഗുഡ് ബോയ്സ്, വെരി ഗുഡ്. നമ്മളൊക്കെ വാക്യങ്ങൾ കാണാൻ പഠിക്കുന്നവരാ. അപ്പോൾ നമ്മൾ ഈ കാണാൻ പഠിക്കുന്ന വാക്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ആയിത്തീരുമ്പോൾ നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരാം. ഞങ്ങൾ പ്രസംഗിച്ച വചനം, ആ വചനം എന്താ ചെയ്യുന്നത്? നിങ്ങൾ കൈക്കൊണ്ട വചനം, മനുഷ്യരുടെ വചനമായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായി തന്നെ നിങ്ങളതിനെ സാക്ഷാലായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ സ്വീകരിച്ചു. അതെന്താ ചെയ്യുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപാരം, ഈ വചനം എങ്ങാ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ, ദ വേർഡ് ഈസ് അറ്റ് വർക്ക്. ദൈവത്തിൻ്റെ വചനം, സുവിശേഷത്തിൻ്റെ സത്യം നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ വചനം സ്വാധീനിക്കുമ്പോൾ, അത് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, അതിനെ ഷേപ്പ് ചെയ്യുമ്പോൾ, അതിനെ ഗൈഡ് ചെയ്യുമ്പോൾ, when the word of God shapes us, influences and guides us, അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നതായി നാം മനസ്സിലാക്കുന്നത്. ജീവിക്കുന്ന യേശുക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ടെസ്റ്റ്. പൾസ് പിടിച്ചു, ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുക, ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന്. എന്താ? വാട്ട് ഈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗോഡ്സ് വേർഡ് ഇൻ യുവർ ലൈഫ്? ഞാൻ ചില ടെസ്റ്റ് തരാം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു ഉത്സാഹം ഉണ്ടാകുന്നുണ്ട്. ദൈവവചനം വായിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? വായിക്കാൻ, ധ്യാനിക്കാൻ, കേൾക്കാൻ, പഠിക്കാൻ? അതോ വെറും ചില മാർക്കിന് വേണ്ടിയാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. ദൈവത്തിൻ്റെ വചനം അത് ജീവദായകമാണ്, അത് വെളിച്ചമാണ്, അത് ജീവനാണ്, അത് പാറയാണ്, അത് ദൈവത്തിൻ്റെ ജീവൻ്റെ വഴിയാണ് എന്ന് ഗ്രഹിച്ച് അടിയനോട് സംസാരിക്കണമേ. കുഞ്ഞുങ്ങൾ പോലെ, ഈവൻ സ്മോൾ ചിൽഡ്രൻ, നിങ്ങളുടെ യുവാക്കന്മാരും യുവതിമാരും ബാലകന്മാരും ബാലികമാരും അവർ ദൈവത്തിൻ്റെ പ്രവാചകരായി തീരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ശമൂവേലിനെ ദൈവത്തിൻ്റെ പ്രവാചകനായി ഏലി പുരോഹിതനോടുള്ള ദൂത് കൊടുക്കുവാൻ, ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവിനോടുള്ള ദൂത് ഒരു ശിശുവായ ബാലകനിൽ കൂടെ കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വരികിൽ, ഇറ്റ് ഈസ് ബിക്കോസ് യു ഹാവ് ഇയേഴ്സ് പിയേഴ്സ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവൻ നിങ്ങളുടെ കാതുകളെ തുളച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവവൈതലിന് ദൈവവചനം വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. ആ ദൈവത്തിൻ്റെ വചനം നമ്മെ ഷെയ്പ്പ് ചെയ്യുമ്പോൾ
നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, നമ്മെ തള്ളുമ്പോൾ, നമ്മെ നിയന്ത്രിക്കുമ്പോൾ, അരുത് എന്ന് പറയുമ്പോൾ, പോക എന്ന് പറയുമ്പോൾ, ഉരിയാടുക എന്ന് പറയുമ്പോൾ, നമ്മെ അത് ആശയങ്ങളിലും ജീവിതഗതികളിലും ദൈവവചനം രൂപാന്തരപ്പെടുത്തുമ്പോൾ, ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് സൈൻ ഓഫ് ലൈഫ്. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട് ഹൗ വെൽ ആർ യു ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ഗോഡ്സ് ഫാമിലി? ദൈവത്തിൻ്റെ കുടുംബത്തോട് നാം എത്ര സജീവമായി ചേർക്കപ്പെട്ടിരിക്കുന്നു? പൗലോസ് അപ്പോസ്തലൻ എഴുതിയ എല്ലാ ലേഖനങ്ങളും പഠിച്ചാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ് ഏറ്റവും കൂടുതലായി ദൈവസഭയെ ദൈവത്തിൻ്റെ ഫാമിലിയായി, അല്ലെങ്കിൽ കിൻഷിപ്പ് മെറ്റഫേഴ്സ് എന്ന് പറയും, കുടുംബത്തിൻ്റെ മെറ്റഫേഴ്സ് ഏറ്റവും അധികം താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് 1 തെസ്സലോനിക്കർ. ഇതിൻ്റെ മൊത്തം വാക്കുകളുടെ സംഖ്യ എടുത്ത് കുടുംബ ബന്ധങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എടുത്ത് നോക്കിയാൽ ഇത്രയധികം ഒരു ഡെൻസിറ്റി വേറെ ഒരു ലേഖനത്തിലും കാണാനായിട്ട് സാധിക്കത്തില്ല. ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ, തിരുത്തിക്കോളാം വേണമെങ്കിൽ. പൗല് 1-ാം നൂറ്റാണ്ടിലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ കൃതിയിൽ പോലും ഒരു പക്ഷേ ഇത്രയധികം ഫാമിലി മെറ്റഫേഴ്സ് ഇൻ റിലേഷൻ ടു ദ നമ്പർ ഓഫ് വേർഡ്സ്, വാക്കുകളും ഈ മെറ്റഫറും തമ്മിലുള്ള അനുപാതം നോക്കുകയാണെങ്കിൽ, പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ, ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലിഖിതം കാണാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ സഹോദരന്മാരെ, അല്ലെങ്കിൽ സഹോദരിമാരെ, അപ്പൻ, അമ്മ, മക്കൾ, മക്കളിൽ നിന്നും വേർപെട്ടവർ, അന്യപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഇതുപോലെയുള്ള കുടുംബത്തിൻ്റെ പദപ്രയോഗങ്ങൾ, മാതാവ്, പിതാവ്, ശിശു, ബന്ധമറ്റുപോയ മാതാപിതാക്കൾ, പിന്നെ സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഏറ്റവും അധികം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഡെൻസായിട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന, ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് 1 തെസ്സലോനിക്കർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ലോക്കൽ ചർച്ചിന് കൊടുത്ത ഇൻറ്റൻസ് ടീച്ചിങ്ങിലൊന്നിതാണ്: നാം ദൈവമക്കളായി തീരുമ്പോൾ വി ആർ ബ്രോട്ട് ഇൻ ടു ഗോഡ്സ് ഫാമിലി. ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെ ഒന്നാക്കുകയാണ്. ദാറ്റ് ഇൻറ്റഗ്രേഷൻ, ദൈവഭവനത്തിലേക്കുള്ള നമ്മുടെ ഒത്തുചേരൽ, പലരായ നാം ഒരു ശരീരമായി തീരുവാൻ, പലരായിരുന്ന നാം ഒരു കുടുംബമായി തീരുവാൻ, ദൈവത്തിൻ്റെ ഭവനക്കാരും ചാർച്ചക്കാരുമായി തീരുവാനായി ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ആ അസോസിയേഷൻ ക്രിസ്തീയ വിശ്വാസത്തിന് മറ്റിതര ഈശ്വര വിശ്വാസങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഈശ്വര വിശ്വാസ സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള പ്രത്യേകത ഇതാണ്: ഇന്ത്യയിൽ ഒരുത്തൻ ദൈവത്തോട് അടുക്കും തോറും, ക്രിസ്ത്യാനിയല്ല, ക്രിസ്തേതര വിശ്വാസികളുള്ളൊരാൾ ഇന്ത്യയിൽ പൗരസ്ത്യ മത സിദ്ധാന്തങ്ങളിൽ ഈശ്വരനോട് അടുക്കും തോറും മനുഷ്യരിൽ നകന്നകന്നു പോവുക. ശ്രീബുദ്ധൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേട്ടിട്ടില്ല. രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബോധം ഉദിച്ചപ്പോൾ എന്താ പറ്റി? രാജ്യവും ഭാര്യയും മകനും കുടുംബത്തെയും രാജ്യത്തെയും പണത്തെയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് താൻ ഈശ്വര സാക്ഷാത്കാരം തേടിപ്പോയത്. ഇതാണ് ഇന്ത്യയുടെ മാതൃക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാതൃക എന്താണെന്നറിയാമോ? ചിതറിക്കിടക്കുന്നതിനെ, അന്യമായതിനെ, വീട് വിട്ടുപോയതിനെ, അകന്നകന്നു പോകുന്നതിനെ ദൈവത്തോട് അടുപ്പിക്കുമ്പോൾ സമൂഹത്തിലും അനുരഞ്ജനം വരുത്തുന്നു എന്നുള്ളതാണ്. അവൻ നമ്മെ ക്രിസ്തുവിനോട് ബന്ധിപ്പിക്കുമ്പോൾ, ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ, നമ്മെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി, ഒരു ഭവനമാക്കി, ദൈവത്തിൻ്റെ ജനമാക്കി, ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി മാറ്റിത്തീർക്കുന്നു. ചുരുക്കത്തിൽ ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തിയുടെ ജീവൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് how well he or she is integrated with the people of God. ഇതാണ് ഏറ്റവും പ്രയാസമുള്ള ഭാഗം, ഇല്ലേ? രക്ഷിക്കപ്പെടാനൊക്കെ ഓക്കെ, വചനം വായിക്കാനും ഓക്കെ,
but we'll be very happy not to be associated with people. കാരണം എന്നാ, അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ്, നമുക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ അതിനകത്ത് അഡ്മിഷൻ ഉണ്ടെന്നുള്ളത്. ഈ ഗ്രൂപ്പിൽ മനുഷ്യനല്ല തീരുമാനിച്ചിരിക്കുന്ന ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത്. ഒരു മനുഷ്യനോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ ക്രിസ്തുവേശിൽ നമ്മെ ഓരോരുത്തരെയും കണ്ടിരുന്നു. അവൻ നമ്മെ മാറ്റിവെച്ചിരുന്നു, അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമ്മെ വേർതിരിച്ചു. കാലത്തിന്റെ തികവെങ്കിൽ അവൻ പേർ ചൊല്ലി നമ്മളെ വിളിച്ചു. അവൻ നാം ആഗ്രഹിക്കുന്നതിലുപരിയായി, നാം കൊതിച്ചിട്ടല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തതിനാൽ ആ സ്നേഹമാണ് നമ്മെ അവനിലേക്കും സഭയിലേക്കും കൊണ്ടുവന്നത്. അത് ദൈവത്തിൻ്റെ ചോയ്സാണ്. നമുക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നവരിൽ നമുക്ക് ചിലരെ മാറ്റി നിർത്തി ഇതിനൊരു പ്രൈവറ്റ് ക്ലബാക്കി മാറ്റായിരുന്നു. ദ ചർച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് ക്ലബ് ഓർ എ ലയൺസ് ക്ലബ് ഓർ എ റോട്ടറി ക്ലബ്. അത് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാണ്ട് ലക്ഷ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ജീവൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കി നമ്മെ തീർക്കുമ്പോൾ, നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ദൈവം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സഹോദരരോട് സംപ്രീതി ഉണ്ടാകണം, സഹോദരരോട് സ്നേഹമുണ്ടാകണം. ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ടാകണം. അവിടെ പക്ഷഭേദം കാണിക്കരുത്. നാം ഭാഷ നോക്കരുത്, സംസ്കാരം നോക്കരുത്, ഇംഗ്ലീഷ് പ്രാവീണ്യം നോക്കരുത്, ഏത് കാറിലാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതരുത്, എവിടെയാ പാർക്കുന്നതെന്ന് നോക്കരുത്. ഇതൊന്നും അന്വേഷിക്കാതെ, ഇവരുടെ പൂർവ്വകാല കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ, ദൈവസഭയിൽ ക്രിസ്തുവേശുവിൻ്റെ സുവിശേഷം നമ്മെ അംഗമാക്കി തീർക്കുമ്പോൾ അതിർവരമ്പുകളില്ലാതെ അറുതിയില്ലാത്ത രീതിയിൽ പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുന്നേ. ദൈവം ഡയറക്റ്റായിട്ട് തരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണത്. ഇനി എൻ്റെ സമയം തീർന്നു, 5 മിനിറ്റ് കൂടെ പാസ് തന്നതിലുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഈ കർത്താവിനോടുള്ള കൂട്ടായ്മയും വചനവും സഭയിലുള്ള ഈ ഇൻ്റഗ്രേഷനുമൊക്കെ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള നാഡീസ്പന്ദനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് പുഷ്പഗിരി പോയി പരിശോധിച്ചു എന്ന്. ഇവൻ എന്നാ കൊടുത്താലും ഇവനങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല എന്നുള്ളത്. നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ വളർച്ചയ്ക്ക് ഒരു സയൻസ് ഓഫ് ഗ്രോത്ത്, ദീസ് ആർ സയൻസ് ഓഫ് ലൈഫ് ദാറ്റ് ഐ ഗേവ് യു. ഇനി ഒരു സയൻസ് ഓഫ് ഗ്രോത്ത് ഉണ്ടോ, അത് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സമയത്തിനുള്ളിൽ നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ടുള്ള സൈൻ, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള ആഗ്രഹം. എന്തോ താങ്ക് യു വെരി മച്ച്. ഇപ്പം ഞാൻ കൃപ അനുഭവിക്കുക. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് നമ്മൾ കീഴ്പ്പെടുന്നുണ്ട്. കർത്താവാണോ നമ്മുടെ ലോഡ്? ആ അധികാരം നമ്മൾ യേശുവിനെ കർത്താവ് നേറ്റു പറഞ്ഞാണ് രക്ഷിക്കപ്പെട്ടത്. വാട്ട് ഈസ് ദി കൺട്രോൾ അതോറിറ്റി? യേശുക്രിസ്തുവിന് നമ്മുടെ മേലുള്ള ആ സ്വാധീനവും അധികാരം എവിടെയാണ്? അത് സമ്പൂർണമാണോ അതോ ഭാഗികമാണോ? അത് സമ്പൂർണമാണെന്ന് വരികിൽ നാം വളർന്നുകൊണ്ടിരിക്കുക. നാം സമ്പൂർണമായ യേശുവിന് വേണ്ടി സമർപ്പിച്ചിട്ട് നിൻ്റെ ഇഷ്ടം മാത്രമേ എന്നിൽ നിറവേറാവൂ, കർത്താവേ നിൻ്റെ ഹിതം നടക്കട്ടെ, നീ പറയുന്ന പോലെ നിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് കമ്മിറ്റഡ് ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എല്ലാം അനുകൂലമായൊന്നും വരത്തില്ല. പ്രതിസന്ധികൾ വരും, ഇടർച്ചകൾ ഉണ്ടാകും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെ എത്ര ടെൻഷൻ വന്നാലും സങ്കീർണതമായ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് അവസാനം ഒരിടമുണ്ട്. നിൻ്റെ ഹിതം, നിൻ്റെ രാജ്യം, നിൻ്റെ മഹത്വം, ഞാനല്ല നീ എന്നെ അത്രേ എന്നിൽ ജീവിക്കുന്നത്, ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ദ സബ്മിഷൻ ടു ദ സോവർണിറ്റി, ടു ദി അതോറിറ്റി ഓഫ് ഗോഡ്.
ദ അതോറിറ്റി ഓഫ് ഗോഡ്. എനിക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ഞാൻ ഇന്ത്യ വിട്ട് തന്നെ പോയേനെ. അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, വിദേശത്തുള്ളവർക്ക് വേണ്ടാഞ്ഞിട്ടല്ല, വിദേശ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടല്ല. എന്നെ വിളിച്ചവൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ BA 2-ാം വർഷം പഠിക്കുമ്പോൾ നാഗപ്പൂരിലൊരു കോൺഫറൻസിൽ വെച്ച് യേശു കർത്താവ് എന്നോട് സംസാരിച്ചു. നീ ഇന്ത്യയിൽ എനിക്കായി ജീവിക്കണം. സുവിശേഷകനായിട്ടല്ല, നീ ഇന്ത്യയിൽ എനിക്കായി ജീവിക്കണം. 18-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിനക്കായി ജീവിക്കും, വേറൊരു ചോയ്സ് എനിക്കില്ല. എന്റെ കർത്താവിന് സമർപ്പിച്ചതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല. ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് നമ്മുടെ മേലുള്ള കർത്തൃത്വം, അധികാരം, അത് വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. ഇറ്റ്സ് എ സൈൻ ഓഫ് ലൈഫ് ആൻഡ് ഗ്രോത്ത്. രണ്ടാമതായിട്ട്, നമ്മുടെ സ്നേഹ ജീവിതത്തെ കുടുംബത്തിൽ എങ്ങനെയാണ് നാം പാലിച്ച് പോഷിപ്പിച്ച് പരിപാലിക്കുന്നുള്ളത്. 4-ാം അധ്യായത്തിൻ്റെ മുഴുവൻ വായിക്കാൻ സമയമില്ല. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കുടുംബജീവിതത്തിൽ ദൈവത്തോടുള്ള വിശുദ്ധിയിലുള്ള ജീവിതം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന അശുദ്ധിക്കായിട്ടല്ല, വിശുദ്ധിക്കായിട്ടാണ്. ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് തന്നത് നമ്മെ നിത്യജീവനിൽ അവകാശിയാക്കി വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും അവകാശികളാക്കി തീർത്തിരിക്കുന്നതിൻ്റെ കാരണം, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ദൈവസ്വഭാവത്തിൽ പങ്കുചേർന്ന് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേരാനായിട്ടാണ്. അശുദ്ധിക്കായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ? വിശുദ്ധിക്കായിട്ട് വിളിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ വിശുദ്ധിക്കായി ഈ വിളി നമ്മിൽ യാഥാർത്ഥ്യമാക്കി തീർക്കാനായിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മെ ക്രിസ്തുവിൽ വിശുദ്ധീകരിച്ച് കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത നിഷ്കളങ്ക കന്യകയായി യേശു എന്ന മണവാളന് ആ മഹത്വത്തിന്റെ നാളിൽ നാം കാണും എന്ന് പാടി, വരവിനായി കാത്തിരിക്കുന്നു എന്ന് പാടി, അവന്റെ വരവിങ്കൽ വട്ടവും മാലിന്യവും കറയും ചുളുക്കവും ഒന്നുമില്ലാത്ത ആ കളങ്കരഹിതമായ വിശുദ്ധ സഭയാക്കി നമ്മെ വിശുദ്ധീകരിച്ച് കൊടുക്കാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് നമ്മളോട് 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ഹിതമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അങ്ങനാണെങ്കിൽ നിങ്ങൾ സകല ലൈംഗിക അരാജകത്വവും വിട്ടൊഴിയണം. You must run away from porneia, pornography, porn literature, porn speech, porn thoughts, porn behavior, porn desires. You must run away, for the Holy Spirit within you makes you alive and gives you the strength and the grace and the speed to run away from evil. തിന്മ, ദുർമോഹം വിട്ടോടുന്നത് കുടുംബജീവിതത്തിലായിരിക്കണം. എങ്ങനെ നാം നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിക്കണം? അതിന് വേറൊരു ഭാഷാന്തരമുണ്ട്. എങ്ങനെ ജാതികളെപ്പോലെ കാമവികാരങ്ങളിലല്ല, ദൈവത്തെ അറിയുന്ന വിശുദ്ധ ജനമായി ഓരോരുത്തൻ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തണം. ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കണം? ജീവിതത്തിൽ ഒരു പങ്കാളിയെ എങ്ങനെ കണ്ടെത്തണം? ഈ പങ്കാളിയെ കണ്ടെത്തുന്ന 6-ാം വാക്യത്തിൽ പറയുന്നു, ഈ വിഷയത്തിൽ ആരും തൻ്റെ സഹോദരനെയോ സഹോദരിയോ ചതിക്കരുത്, വേറൊരു കുടുംബം തകർക്കരുത്, വേറൊരു പിതാവിന്റെ ഹൃദയം തകർക്കരുത്, വേറൊരു അമ്മ ചങ്കുപൊട്ടുവാൻ ഇടയാകരുത്, വേറൊരു കുടുംബം നിന്റെ ലൈസൻസ് ഇല്ലാത്ത പ്രവൃത്തി നിമിത്തം നാശത്തിലേക്ക് പോകുവാൻ ഇടയാകരുത്. സ്വലം പറയാ, ഈ ഉപദേശം ത്യജിക്കുന്നവൻ ഞങ്ങളെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. പറയുക, ഈ വിഷയത്തിൽ ഒരുത്തൻ വഞ്ചിച്ചാൽ ദൈവത്തെ, മനുഷ്യരെയല്ല ദൈവത്തെ അവന് പ്രതിരോധിയാക്കി മാറ്റുകയാണ്. സുവിശേഷം എന്താ നമ്മളോട് പറയുന്നത്? വാട്ട് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ഗോസ്പൽ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ഇവിടുത്തെ വാണിംഗ് എന്താണ്? Dare not make God become your avenger.
നീ ഉപദ്രവിച്ച, നീ തകർത്ത, നീ വഞ്ചിച്ച, നീ നശിപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ന്യായം വിധിക്കുവാൻ, ആ തകർക്കപ്പെട്ട ജീവിതത്തിന്റെ വക്താവായി നിന്റെ മേൽ പ്രതികാരമെടുക്കുവാൻ ദൈവത്തെ നീ തിരിച്ചുവിടരുത്. പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി, ഇവിടെ നമുക്കൊരു വലിയ റിഗറസ് കൺട്രോൾ ഉണ്ടായി വരണം, ഇല്ലേ? ഒരു റിഗറസ് കൺട്രോൾ. അപ്പോൾ വളർച്ചയുടെ ലക്ഷണങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ കർത്തൃത്വം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ വരുന്നത്. ഒരു ലക്ഷണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം. 5-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, സമയമില്ല 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെന്നൊരിൽ അവിടെ ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്, നന്ദി പറയുന്നതിനെക്കുറിച്ച്, സ്തോത്രം പറയുന്നതിനെ, സ്തുതിക്കുന്നതിനെക്കുറിച്ച്. ദൈവത്തോടുള്ള ഏറ്റവും വലിയ നന്ദി പറച്ചിലൊന്നാണ് ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്നത്. ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം പറയുക. അതുകൊണ്ടാണ് പല സഭകളിൽ ഇതിനെ യൂക്കറിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ശക്തമായ നന്ദി പറച്ചിൽ ആകയാൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, മഹത്വപ്പെടുന്നവരായി, സകലത്തിനും എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ച് പാടി പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം, ജീവലക്ഷണമുള്ള, ജീവിക്കുന്ന വളർച്ചയുടെ ലക്ഷണമുള്ള സമൂഹം സുവിശേഷം ഘോഷിക്കുന്നവരുമായി തീരും. അവർ സുവിശേഷം ഘോഷിക്കുമ്പോൾ അവർ ലോകത്ത് മാനത്തോടെ ജീവിക്കുന്നവരായിരിക്കും. ഫിലഡൽഫിയ പോലെ തന്നെ ശക്തമായൊരു പദപ്രയോഗം അവിടെയുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ മാന്യമായത്. ഫിലോറ്റിമിയ, മാനത്തെ സ്നേഹിക്കുന്നവരായി, വിത്ത് നോബിൾ അംബിഷൻസ്, സഹോദരപ്രീതിയുള്ളവരായി, നോബിൾ അംബിഷൻസ് ഉള്ളവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, സുവിശേഷം പ്രഘോഷിക്കുന്നവരായി. നിങ്ങൾ പ്രഘോഷിക്കുന്ന സുവിശേഷം വിശ്വസനീയമായി തീരണമെങ്കിൽ ജാതികളുടെ ഇടയിൽ നമുക്കൊരു ക്രെഡിബിലിറ്റി, ഒരു മാന്യത ഉണ്ടായിരിക്കണം. ദീസ് ആർ സൈൻസ് ഓഫ് ഗ്രോത്ത് ഇൻ ക്രൈസ്റ്റ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നാം വിശ്വാസത്തിൽ നിൽക്കുന്നുവോ? ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവോ? നാം കർത്താവിൽ വസിക്കുന്നുവോ? ഈ പരിശോധനയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രകാശനം തരട്ടെ, കൃപയുടെ വഴികൾ നടത്തട്ടെ, തിരുത്തലുകൾക്കായി ശക്തീകരിക്കട്ടെ, ജീവനിലേക്ക് കടന്നു വരുവാൻ അവൻ സഹായിക്കട്ടെ, ദുർവഴികളെ വിട്ടോടുവാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തരട്ടെ. മറഞ്ഞിരിക്കുന്നതും മറച്ചു വച്ചിരിക്കുന്നതും സകലവും അവൻ്റെ മുമ്പാകെ നഗ്നവും വെളിപ്പെട്ടതുമായിരിക്കാൻ നമുക്കിന്ന് ആ വീട് വിട്ടുപോയ മകനെ പോലെ മടങ്ങി വന്നിട്ട് പറയാം, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എങ്കിലും നിന്റെ കൃപ എന്നെ വിളിക്കുന്നതിനാൽ, നിന്റെ സ്നേഹം എന്നെ വിളിക്കുന്നതിനാൽ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എനിക്ക് വേണ്ടി ക്രൂശിൽ തകർന്നതിനാൽ, അവൻ്റെ രക്തം ഒഴുക്കിയതിനാൽ, അവൻ്റെ ശരീരം നുറുക്കിയതിനാൽ, അവനൊരു പരിഹാരയാഗം പ്രായശ്ചിത്തം ഒരുക്കിയിരിക്കുന്നതിനാൽ ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. മടങ്ങി വരുന്നു അപ്പാ, മടങ്ങി വരുന്നു. ആമേൻ.